ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ തന്നിരിക്കുക. നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനും നമ്മളെ ഒന്ന് തെറ്റുകൾ തിരുത്തി നല്ല വഴിയിലേക്ക് നയിക്കാനൊക്കെയുള്ള വലിയ അവസരങ്ങളാണിത്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക, യൂട്യൂബിൽ കാണുന്ന പ്രോഗ്രാമിൻ്റെയൊക്കെ എണ്ണം കുറയ്ക്കുക, വാട്സാപ്പൊക്കെ ഒന്ന് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അതുമാത്രമല്ല, നമ്മുടെ കണ്ണുകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശക്തമായ തീരുമാനമെടുക്കുക. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. കള്ളം പറയുക, പരദൂഷണം പറയുക, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് വേണമെന്ന് വയ്ക്കുക. നാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു നല്ല തീരുമാനമെടുക്കുക. നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ വലിയ ഒരു ആന്തരിക വിശുദ്ധീകരണവും ആത്മീയ ചൈതന്യമൊക്കെ നമ്മൾ നിറയണം. വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ആ തെറ്റുകൾ മറച്ചു വയ്ക്കുക, അത് പാടില്ല. പലരും കുമ്പസാരമെന്ന കൂദാശയിൽ തെറ്റുകൾ മറച്ചു വയ്ക്കാറുണ്ട്. ചിലരെങ്കിലുമൊക്കെ എല്ലാ പാപത്തിൻ്റെ മേഖലകളും തുറന്നു പറഞ്ഞ് കുമ്പസാരിക്കാറില്ല. ചില ഗൗരവമേറിയ പാപങ്ങളൊക്കെ മറച്ചു വെച്ച് ഹൈഡ് ചെയ്ത് ചില പാപങ്ങളൊക്കെ മാത്രം പറഞ്ഞ് കുമ്പസാരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതൊരിക്കലും പാടില്ല. അത് വീണ്ടും ഒരു തെറ്റിലേക്ക് അവൾ പോവുകയാണ്. അത് തെറ്റുകൾ മറച്ചു വെക്കരുത്. കുമ്പസാരമെന്ന കൂദാശയിൽ നമ്മൾ തെറ്റുകൾ മറച്ചു വെച്ചാൽ അത് വീണ്ടും ഗൗരവമേറിയ പാപമായിട്ട് മാറുകയാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ വരും. അതുകൊണ്ട് തെറ്റുകൾ നമ്മൾ മറച്ചു വയ്ക്കാതെ ഏറ്റുപറയുക. മറച്ചു വയ്ക്കാതെ എല്ലാ പാപങ്ങളും അനുതപിച്ച് ഹൃദയം തുറന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ നിരവധിയായ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കും. നമ്മുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടണം, നമ്മുടെ കടങ്ങളും ക്ഷമിക്കപ്പെടണം. കുമ്പസാരമെന്ന കൂദാശയിലൂടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുകയാണ്. കാൽവരിയിൽ ചിന്തിയ രക്തം കൊണ്ട് യേശു നമ്മെ ഓരോരുത്തരെ കഴുകുകയാണ്. എഫേസോസ് 1:7 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ളൊരു കഴുകൽ കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ മേൽ സംഭവിക്കുക. നമ്മുടെ ആത്മാവിലുള്ള പാപത്തിൻ്റെ കറകൾ യേശു തൻ്റെ രക്തം കൊണ്ട് കഴുകുക. യേശുവിൻ്റെ ജീവരക്തത്തിൻ്റെ ശക്തിയിൽ എല്ലാ പാപക്കറകളും കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടാണ് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് തിരിച്ച് മടങ്ങുന്നത്. നമ്മുടെ എല്ലാ പാപങ്ങളും അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യം കർത്താവ് നൽകും. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവത്തില്ല എന്ന് മാത്രമല്ല, മറച്ചു വച്ചതിൻ്റെ ആ ഒരു തിക്തഫലങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരികയാണ്. നമ്മൾ കുമ്പസാരക്കൂട്ടിൽ കർത്താവിൻ്റെ മുൻപിലാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത് എന്നുള്ള ആഴമായ ബോധ്യത്തിൽ വേണം നമുക്ക് കുമ്പസാരിക്കുവാനായിട്ട്. ചെറിയ കാര്യമല്ല. കുമ്പസാരമെന്ന കൂദാശ ദൈവ കരുണയുടെ കൂദാശയാണ്. ഓരോ കുമ്പസാരക്കൂടും കരുണയുടെ ഉറവയാണ്. മനുഷ്യൻ്റെ എത്ര ഗൗരവമേറിയ പാപങ്ങളും അനുതാപത്തോടെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവയെല്ലാം മായ്ക്കപ്പെടുന്നു, അവയെല്ലാം ക്ഷമിക്കപ്പെടുന്നു. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ സഞ്ചിയിലാക്കി മുദ്രവെച്ചു തൂത്തെറിയുക. ഒരിക്കലും നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ കർത്താവ് ഓർമ്മിക്കത്തില്ല. അവയെല്ലാം കർത്താവ് മറന്നു കളയുക. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് തിരിച്ചറിയണം.
നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഓരോ കുമ്പസാരക്കൂട്ടിലും ഓരോ വ്യക്തികളും ചെയ്യുന്ന പാപങ്ങൾ യേശു ഏറ്റെടുക്കുകയാണ്. പൂർണ്ണമായിട്ട് പാപങ്ങൾ മായിച്ച് പാപക്ഷമ നൽകി നമ്മളെ സമാധാനത്തോടെ പറഞ്ഞയക്കുക. നീ എത്ര വലിയ പാപിയാണെങ്കിലും ഏറ്റുപറയുന്ന പാപങ്ങൾ കർത്താവ് മായിച്ചു കളയും. അതുകൊണ്ട് ഒരിക്കലും പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കുമ്പസാര ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകണമെങ്കിൽ, ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ, ദൈവിക ഇടപെടലുകൾ അനുദിനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നത് യേശുവിൻ്റെ മുൻപിലാണ്. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ ഓരോ മനുഷ്യൻ്റെയും രഹസ്യ പാപങ്ങളും പരസ്യ പാപങ്ങളും മറച്ചുവെച്ച പാപങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ മറയ്ക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. അവിടുന്ന് ദൈവമായതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുന്നവരോട് അവൻ കരുണ കാണിക്കും. നീ എത്ര വലിയ അകൃത്യങ്ങളും പാപങ്ങളും ചെയ്ത വ്യക്തിയാണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അവയെല്ലാം തുടച്ചു നീക്കും. നിന്നെ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ദൈവബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ സഹോദര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പോലും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പാപവഴികളിലൂടെ ജീവിക്കാത്ത വ്യക്തിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ചേർന്നു നിൽക്കും. ഈ പ്രപഞ്ചം മുഴുവൻ പാപം ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുക. നീ ചെയ്ത അകൃത്യങ്ങളും തിന്മകളും മ്ലേച്ഛതകളും പാപങ്ങളും അശുദ്ധികളും ദൈവത്തിൽ നിന്ന് നിന്നെ ഏറെ ദൂരം അകറ്റിക്കളഞ്ഞു. ആദത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? തിരുത്തേണ്ടത് തിരുത്തുവാനുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്ക് എടുക്കണം. തിരുത്തേണ്ടത് തിരുത്തുന്നവനാണ് ബുദ്ധിമാൻ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിത്യജിച്ചു കഴിയുമ്പോൾ അവൻ്റെ മേൽ ദൈവ കരുണ ഒഴുകും. കർത്താവിൻ്റെ അനന്തമായ കരുണയിൽ അവൻ പൊതിയപ്പെടുകയാണ്. ദൈവ കരുണയ്ക്കുള്ളിൽ പൊതിയപ്പെടുന്ന മനുഷ്യനായിട്ട് നീ മാറാൻ പോകുക. നിന്നെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ കരത്തിന് ബലമുണ്ട്. നിന്നെ താങ്ങുവാൻ കർത്താവിൻ്റെ കരത്തിന് ബലമുണ്ട്. നിന്നെ വഴി നടത്തുവാൻ കർത്താവിൻ്റെ കരത്തിന് ബലമുണ്ട്. മനുഷ്യ, നിന്റെ പാപങ്ങളും അകൃത്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതം അവസാനിപ്പിക്കണം. നീ ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പാപങ്ങൾ ഉപേക്ഷിക്കണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.